കൈപ്പേറിയ ബർത്ത്ഡേ ഈ വർഷം എന്റെ, അതുകൊണ്ടാന്ന് തോന്നുന്നു അമ്മ എനിക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയും. ഹലോ ഗായ്സ്, ഇന്നതാ ഡിസംബർ 21 ആണ്. നാളെ എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഈ പനി നവംബറിൽ പിടിച്ച പനിയാണ്. ആദ്യം ഐറൂന്, എനിക്ക്, പിന്നെ റോണുവിന്, ഇപ്പൊ അതാ വീണ്ടും ഐറൂന് പിടിച്ചു വന്നിട്ട് ഈ ആഴ്ച എനിക്കും അത് തന്നു. അങ്ങനെ പനി എന്റെ ബർത്ത്ഡേ കൊണ്ടുപോയി എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും സാരമില്ല. അപ്പയും അമ്മയും ചിക്കുവും ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പയും അമ്മയും ചിക്കുവും പറഞ്ഞു സാരമില്ല, ബർത്ത്ഡേ ആയിട്ട് ഫാമിലി ഒന്നിച്ചില്ലെങ്കിൽ എന്താണ് ഒരു രസമുള്ളത്, അതുകൊണ്ട് സിക്കൊന്നും ഒരു കുഴപ്പമില്ല, യേശോപ്പച്ച സിക്കൊക്കെ വരാതെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം തന്നിട്ട് ഇതാ ഇപ്പൊ അപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ബർത്ത്ഡേയുടെ തലേദിവസമാണല്ലോ, അപ്പൊ ബർത്ത്ഡേയുടെ തലേദിവസം നമ്മള് ഫാമിലി ആയിട്ടൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പിള്ളേരും കൂടെ അപ്പയുടെ അമ്മയുടെ ചിക്കുവിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പോയി ഇനി ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ചു നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരും. എന്നിട്ട് രാത്രി 12 മണിക്ക് കാണാം ഗൈസ്. ഓക്കെ, അപ്പം അല്ല, വീട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കുമ്പോൾ കാണാം കേട്ടോ. എന്ത് മനുഷ്യരാ, 5-6 ബെല്ലടിച്ചാലും തുറന്നു തരുമല്ലോ. മനസ്സിലായില്ല ഡോർബെല്ലാന്ന്. നിങ്ങള് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ക്യാമറ വെച്ചേക്കണോണ്ട് വഴക്കും അറിയാതിരിക്കും. ക്യാമറ ഞാൻ ഇന്ന് ഓഫ് ചെയ്യണില്ല, ചീത്ത കേക്കാൻ വയ്യ. പനിയമ്മ, പനിയില്ല, സോറി, ജലദോഷം. ഇവിടെ പുൽക്കൂട് സെറ്റപ്പ് ചെയ്തില്ലേ? പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള പാത്രം വന്നിട്ടുണ്ടല്ലോ. നാളെ കഴിഞ്ഞല്ലേ ക്രിസ്മസ്. ഞാനും ഉണ്ടല്ലോ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചു. പുൽക്കൂട് എന്റെ ഇഷ്ടത്തിന് ഈ പ്രാവശ്യം വെറൈറ്റി രീതിയിലൊക്കെ എന്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ മേടിച്ച് താഴെ വെച്ചതിന്റെ പിറ്റേന്ന് തുടങ്ങിയ പനിയും ചുമയും ജലദോഷം ഇതുവരെ മാറിയിട്ടില്ല. എണിച്ച് നിൽക്കാൻ ആരോഗ്യമില്ലാത്തോണ്ട് അത് താഴെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എന്നാ ചിക്കോ ഊതി അങ്ങോട്ട് തട്ടേ കുറച്ച്. അമ്മ എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി തന്നെ? കൈപ്പേറിയ ബർത്ത്ഡേ ഈ വർഷം എന്റെ, അതുകൊണ്ടാന്ന് തോന്നുന്നു അമ്മ എനിക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയും. ഇതെന്നാ കുറച്ച് ചിക്കനാന്ന് തോന്നുന്നു. പാവയ്ക്ക മെഴുക്കുവരട്ടി. പ്രോൺസ് ആണ് അത്, സോറി, അത് റോണിന്റെ ആണ് ഫേവറേറ്റ്. അല്ലേ എന്റെ ഫേവറേറ്റ്? എനിക്കിഷ്ടല്ല ഒരുമാതിരി ഒരെണ്ണം ഇങ്ങനെ ഇരിക്കണത്. കുഞ്ഞു 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 പീസസ് ആക്കി പ്രോൺസിനെ കട്ട് ചെയ്ത് വെച്ചേക്കണം. വട്ടത്തിലിരിക്കുന്നത് ഇഷ്ടമല്ലാത്തോണ്ട്. ആ സ്പെഷ്യൽ തുറന്നോ. ഇത് എന്നാ ജിലേബിയാണോ? ജിലേബിയാണോ? എന്റെ വകയാ. കണ്ടിട്ട് തന്നെ തോന്നുന്നു. ഇങ്ങ് നോക്ക്, ഇങ്ങ് നോക്കപ്പാ. ആ കൊച്ച് എങ്ങനെയത് ഉണ്ടാക്കി പറയൂ. ചിക്കുന്റെ വകയാണ് ഈ ജിലേബി. അമ്മ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞാൻ എണീറ്റ് വന്നു. അതാണ് ചിക്കുവിന്റെ വക. അത് തിന്നാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് എന്തോരം ഇങ്ങനത്തെ സാധനങ്ങളെ വേറെ വേറെ പേരിലൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെയല്ല, ഓരോരുത്തർ ഇങ്ങനെ മധുരത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ പേരിടൂലേ. ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടാവില്ല, അപ്പൊ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും, അതിന് വേറൊരു പേരിടും. ഓ എനിക്ക് വയ്യതേ അലുവ, ബ്ലാക്ക് അലുവ മൈ ഫേവറേറ്റ്. എനിക്ക് വയ്യ. ഞാൻ വിചാരിച്ച എന്റെ ബർത്ത്ഡേ കൊളമായിരിക്കും ഈ വർഷം, പക്ഷെ അടിപൊളിയാണ് ഈ വർഷത്തെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേയുടെ തലേദിവസം ഇങ്ങനെയാണെങ്കിൽ നാളെ എന്തായിരിക്കും എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നേ. ഇറങ്ങി പോടാ. ചേമ്പുകറി, പ്രോൺസ് തോരൻ, റോസ്റ്റ്, പാവയ്ക്ക മെഴുക്കുവരട്ടി, എല്ലാം കൂടെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട്. ചോറുണ്ട് കേട്ടോ, അതൊക്കെ കഴിക്കാം. ചോറുണ്ട് കഴിഞ്ഞാൽ സ്വീറ്റ്സ് കഴിക്കണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയ്യോ എൻ്റെ കറി, എൻ്റെ ചോറ്, പാവയ്ക്കയുടെ കൂടെ പ്രോൺസ് ആയതുകൊണ്ട് നല്ലതാ. ഷ്രിമ്പ് അല്ലേ? ഷ്രിമ്പ് ഞാൻ കഴിച്ചു നോക്കില്ല, പക്ഷെ സംഭവം അടിപൊളി. പാവയ്ക്ക് നല്ല കയ്പുണ്ട്, കുപ്പി മൊത്തം എടുത്തോ. പക്ഷെ അടിപൊളി. പ്രോൺസ് സൂപ്പറാട്ടോ. ചോറുണ്ടോണ്ടിരുന്നപ്പോഴാണ് വലിയൊരു സർപ്രൈസും കൊണ്ട് അമ്മ വന്നത്. അപ്പോഴാണ് എനിക്ക് വലിയൊരു അബദ്ധം മനസ്സിലായത്. ഞാനാണെങ്കിൽ വയറ് നിറച്ച് ചോറെടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. വയറ് നിറച്ച് ചോറെടുത്തോ കഴിക്കാൻ വേണ്ടിയിട്ട്.
എന്തായാലും നിറച്ചെടുത്തു, അത് കാരണം വയറിപ്പം നിറഞ്ഞു പോവും. ഇനി അതെന്ത് ചെയ്യുന്ന കാണിച്ചു തരട്ടെ. ഇതെന്താണെന്ന് പറയൂ. ഫ്രൂട്ട് കേക്കാ? Not quite fruit cake. ഫ്രൂട്ട് സാലഡ് അല്ല, Fruit custard custard അല്ല. pudding. പുഡിംഗ്. ഫ്രൂട്ട് കസ്റ്റാർഡ് പുഡിംഗ്. ഫ്രൂട്ട് കസ്റ്റാർഡ് പുഡിംഗ്. ഞാൻ ഇനി എന്ത് ചെയ്യും? ചോറ് പകുതി എടുത്ത് മാറ്റിക്കോ. ചോറ് കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ജിലേബി ട്രൈ ചെയ്യാം. ചെറുതെടുക്കാം. വലുതെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വയറില്ല. That's your Christmas gift. Okay, I placed it there and you guys took it. നീ എന്നെ നിന്റെ സെൽഫി എടുക്കുവാണ്. അലുവ കഴിക്കണം. അത് നല്ല ഭക്ഷണം എടുത്ത് കാണിച്ചെടുക്കുവാണെങ്കിൽ എനിക്കൊരു ഗമ. നല്ല ഭക്ഷണം എനിക്ക് ഭയങ്കരക്ക് പോകണ്ട. എന്നെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോ? എന്നോട് പറഞ്ഞോ? ഞാൻ ഫുള്ള് കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക്? സർപ്രൈസ് ഉണ്ടെന്ന് പറയണം. ഫുഡുണ്ട് കുഞ്ഞു, ചോറ് ഇച്ചിരി എടുക്കാവുള്ളൂ, വേറെ വേറെ ഫുഡുകളുണ്ടെന്ന് പറയണം. നീ നല്ല സാധനം മുഴുവൻ എനിക്ക് പല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആരോ അന്നേരം നീ നല്ല സാധനം മുഴുവൻ നീ തിന്നും, ചോറൊക്കെ ഞങ്ങൾ തിന്നണം. വേണ്ട. ആരുടെ ബർത്ത്ഡേ? ആരുടെ ബർത്ത്ഡേ? ആരുടെ ബർത്ത്ഡേ? ആരാ നല്ലത് കഴിക്കണ്ട? ഇത് ബർത്ത്ഡേക്ക് തുടങ്ങിയിട്ടില്ല. അപ്പൊ ബർത്ത്ഡേക്ക് വേറെ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് ഫ്രൂട്ട് പുഡിങ് കട്ട് ചെയ്തെടുക്കാം. തിങ്സ് അതിലേക്ക് വെച്ചോളൂ. ബർത്ത്ഡേക്കാരി ആദ്യം ടേസ്റ്റ് ചെയ്യണമെന്ന റൂൾ അങ്ങനെയാണ്. സ്പൂൺ വേണ്ടേ മമ്മ? Not your birthday yet. ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പൊ കഴിക്കുന്നുണ്ടോ? എന്നാ കഴിച്ചോ, ഞാനും കഴിക്കാൻ പോണം. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കഴിച്ചിട്ട്? ആണോ? കഴിച്ചിട്ട് പുഡിംഗ് പോലെ ഉണ്ടോ? അതെ, വേറെ ഒന്നും പോലെ അല്ലാത്തോണ്ട് നന്നായി. സെറ്റ് സാധനം. ചിക്കൂസ് റോഡും അയറും കൂടെ ഏതോ ഒരു മൂവി കണ്ടോണ്ടിരിക്കുക, സോംബീസ്. പക്ഷെ ഞാനിപ്പോ അത് മാറ്റിയിട്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് വെക്കും. കാരണം എന്റെയാണ് ബർത്ത്ഡേ. ഞാനാണ് നീ പറഞ്ഞിട്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കണം. അപ്പൊ ചിക്കൂന് ഈ പിള്ളേരെ മതി, എന്നെ വേണ്ട ഇപ്പൊ. ഞാൻ കരയുന്നു, ഞാൻ സമ്മതിക്കൂല. അപ്പൊ എന്തായാലും ഞങ്ങള് വിചാരിച്ചു അല്ലേ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒക്കെ കണ്ട് നിങ്ങളുടെ ഇപ്പൊ എടുക്കണേ. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ 12 മണിയാകുമ്പോൾ ഒരു വൈനൊക്കെ കുടിച്ച് സെറ്റ് ഇടാടിച്ച് പൊളിച്ചിട്ട് കിടക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ അല്ലേ ചിക്കു? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നാളത്തെ പ്ലാൻ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച പനി ഇതൊക്കെ ആയതുകൊണ്ട്. പക്ഷെ കുഴപ്പമില്ല എന്ന് ചിക്കു പറഞ്ഞ ധൈര്യത്തിൽ നാളത്തെ പ്ലാൻ ഇച്ചിരി ലെങ്തി പ്ലാൻ ആയതുകൊണ്ട് ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ, ദ ഡേ ബിഫോർ ബർത്ത്ഡേ, ദ ബർത്ത്ഡേ ആഫ്റ്റർ, അങ്ങനെ ഒരു വ്ളോഗ് കണ്ടിട്ടില്ല, സോറി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. പിന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ. Can you turn off the light now? Happy birthday, happy birthday. ഓപ്പറേറ്ററേ അപ്പൊ ബൈ. നാളെ രാവിലെ കാണാം.